സർക്കാരിന്റെ കാലത്ത് സതീശൻ ആഗ്രഹിച്ചതുപോലെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനേ പോകുന്നില്ല. അതിന് ശ്രമിച്ചാൽ ഒന്നുകിൽ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടാകില്ല, അല്ലെങ്കിൽ UDF എന്ന മുന്നണി തന്നെ ഉണ്ടാകില്ല. നോക്കൂ, ഇന്നിപ്പോൾ വളരെ ശക്തമായ വിമർശനങ്ങളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് VM സുധീരൻ. എന്താണ് സുധീരൻ എന്ന് പറഞ്ഞത്? ഒന്ന്, വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ വിശ്വാസ്യതയെ ബാധിച്ചിരിക്കുന്നു. രണ്ട്, സർക്കാർ സുതാര്യത നിലനിർത്തണം. മൂന്ന്, പിൻവാതിൽ നടപടികൾ ഉണ്ടാകരുത്. ഇങ്ങനെ പറയുമ്പോൾ സുധീരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് പറയാതെ പറയുന്നത്? ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ സുതാര്യമല്ലാത്ത പിൻവാതിൽ ഇടപാടുകളുണ്ട് എന്ന് തന്നെയാണല്ലോ ഈ വിമർശനം വന്നിരിക്കുന്നത്. പ്രതിപക്ഷത്ത് നിന്നല്ല കേട്ടോ, കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. സുധീരൻ ഒരു കാര്യം കൂടി പറഞ്ഞു, അത് സതീശനുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള നീക്കത്തെ എതിർത്തയാളാണ് സതീശൻ. അതാണ് സതീശനെ ഇന്ന് സുധീരൻ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഒരു മാസം മുമ്പ് ഡൽഹിയിൽ പോയി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ നേതാവാണ് VM സുധീരൻ. ആ സുധീരനെയെങ്കിലും കുറഞ്ഞപക്ഷം സതീശൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. അല്ലെങ്കിൽ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടി എന്ന ആക്ഷേപമുണ്ടല്ലോ, ഇനിയും അത് കൂടുതൽ കടുക്കും. അത് നിങ്ങളുടെ പാർട്ടിക്ക് നല്ലതല്ല എന്നുകൂടി സർജിക്കൽ സ്ട്രൈക്ക് ഓർമ്മിപ്പിക്കുകയാണ്. മെയ് 18-ാം തീയതിയാണല്ലോ സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മെയ് 21-ാം തീയതി, അതായത് അധികാരമേറ്റ് മൂന്നാമത്തെ നാൾ, നികുതി ഇളവിനുള്ള നീക്കം ആരംഭിച്ചു എന്നാണ് MP രാജേഷ് രേഖകൾ വെച്ച് പറഞ്ഞിരിക്കുന്നത്. മെയ് 21-ന് വൈകിട്ട് 3:59 ഫയൽ നീക്കം ആരംഭിച്ചു. അത് പല സെക്രട്ടറിമാരുടെ കൈകളിലൂടെ കടന്ന് 6:33, അതായത് കേവലം 2.5 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തി. ഇതിനെയാണ് കേട്ടോ ശരവേഗം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഫയൽ മെയ് 21-ന് കയ്യിൽ വന്നെങ്കിലും അതിൽ തീരുമാനമെടുത്തത് ജൂൺ 14-ാം തീയതിയായിരുന്നു. അതായത് 24 ദിവസങ്ങൾക്ക് ശേഷമാണ് തീരുമാനമുണ്ടായത്. അപ്പോൾ സതീശൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം രാത്രി തീരുമാനിച്ച കാര്യമൊന്നുമല്ല ഇത് വസ്തുതയാണ് കേട്ടോ. അപ്പോൾ 24 ദിവസം ഉണ്ടായിരുന്നല്ലോ, പാർട്ടിയിൽ ആലോചിക്കാമായിരുന്നല്ലോ, മുന്നണിയിൽ ആലോചിക്കാമായിരുന്നല്ലോ. അങ്ങനെ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഈ വിവാദമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പക്ഷേ സതീശൻ അറിയാം, പാർട്ടിയിലോ മുന്നണിയിലോ പറഞ്ഞാൽ ഇത് നടക്കില്ല. ഇപ്പോഴത്തെ എതിർപ്പുകൾ അതാണല്ലോ വ്യക്തമാക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ചാൽ എന്താണ് സംഭവിക്കുക? അത് നിയമമായി മാറുകയാണ് ചെയ്യുക. നിയമത്തിന് മുന്നിലല്ല കേട്ടോ ഒരു നയവും. അത്ര വരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സതീശൻ. പക്ഷേ പഴിയെല്ലാം കഴിഞ്ഞ സർക്കാരിനാണ്. അതാണ് വിചിത്രമായ കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ സർക്കാർ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷം, എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത്? അവർ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്തു എന്ന കാര്യം സത്യമാണ്. അത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നത് വസ്തുതയാണ്. അത് സംബന്ധിച്ച് 2023 ജനുവരി 6-ന് പിണറായി സർക്കാർ ഒരു വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 5 ദിവസങ്ങൾക്ക് ശേഷം ആ പദ്ധതി ഗസറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്രകാരം ചർച്ചകൾക്ക് ശേഷം ഓപ്പണായിട്ടാണ് തീരുമാനമെടുത്തതും പ്രഖ്യാപിച്ചതും. ഉടൻ തന്നെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള അപേക്ഷകളും വന്നു. ബെക്കാഡി കമ്പനി തന്നെയാണ് അപേക്ഷ സമർപ്പിച്ചത്. അവരുടെ ആവശ്യം എന്തായിരുന്നു? നികുതി കുറയ്ക്കണമെന്നതായിരുന്നു. ആ തീരുമാനം LDF സർക്കാർ എടുത്തിട്ടില്ല എന്നാണ് മറുപടി. പിന്നെയും സർക്കാർ തുടരുകയാണ്. 2026-ലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ 3 വർഷവും 5 മാസവും ആ ഫയൽ അനങ്ങിയിട്ടില്ല. ബെക്കാഡിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിക്ക് വേണ്ടിയോ കഴിഞ്ഞ പിണറായി സർക്കാർ നികുതിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇത് തന്നെയാണ് വസ്തുത. അപ്പോൾ പിന്നെ VD സതീശൻ എന്തായിരുന്നു തിടുക്കമെന്ന് പറയുന്നത്? ധനപരമായ ഉത്തരവാദിത്വം എന്നാണ് കേട്ടോ സതീശന്റെ വിശദീകരണം. 2023-ൽ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്ത പിണറായി സർക്കാരില്ലാത്ത എന്ത് ഉത്തരവാദിത്വവും സമ്മർദ്ദവുമാണ് 1 മാസം മുമ്പ് മാത്രം അധികാരത്തിൽ വന്ന UDF സർക്കാരിനുള്ളത്? അതിന് മറുപടിയില്ല എന്നുള്ളതാണ് വസ്തുത. മറിച്ച് എല്ലാറ്റിനും കഴിഞ്ഞ സർക്കാരിനെ അങ്ങ് പഴി പറയുകയാണ്. കുറ്റം കഴിഞ്ഞ സർക്കാരിൽ ചാരിയിട്ട് രക്ഷപ്പെടാനാണ് സതീശനും മന്ത്രിമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. PMC പദ്ധതി നടപ്പാക്കും. കാരണം എന്താ? കഴിഞ്ഞ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കും. കാരണം എന്താ? കഴിഞ്ഞ സർക്കാർ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്തു. ഇതൊക്കെയാണ് ന്യായീകരണം എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തെ അടിച്ചിരുത്തി എന്നൊക്കെ പറയുമ്പോൾ പൊതുസമൂഹത്തിൽ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, തയ്യാറാകണം. പ്രതിപക്ഷത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് ജനങ്ങളോട് കൂടിയാണ് കേട്ടോ. ആത്യന്തികമായി അവരെയാണ് വസ്തുതകൾ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ VM സുധീരൻ ഇനിയും സംസാരിച്ചുകൊണ്ടേയിരിക്കും, കത്തുകൾ എഴുതിക്കൊണ്ടേയിരിക്കും.